ഞാനിന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. എൻ്റെ പേര് ജിയോ ജോയ് എന്നാണ്. ഞാനൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അധ്യാപകനാണ്. യുനോയ ഇംഗ്ലീഷ് എന്ന യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ടെക്നിക്കുകളും ടിപ്പുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ലാംഗ്വേജ് ട്രെയിനിങ് ചാനലാണിത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്ക് എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇംഗ്ലീഷിൽ വവൽസ്, കൺസണൻസ് എന്ന് രണ്ട് രീതിയിലാണ് ഇംഗ്ലീഷ് ആൽഫബറ്റുകളെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാറ്റഗറിയാണ് വവൽസ് എന്ന് പറയുന്നത്. മലയാളത്തിലെ സ്വരാക്ഷരങ്ങളാണ് ഇംഗ്ലീഷിൽ വവൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. മറ്റുള്ളവയെ കൺസണൻസ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് രേവതി എന്നൊരു പേരെടുക്കാം. REVATHY. ഇതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മലയാളത്തിൽ എഴുതുമ്പോൾ രേ, വ, തി 3 അക്ഷരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് എഴുതുമ്പോൾ RE ആദ്യത്തെ വവൽ വന്നു, RE എന്നുള്ള. സോ അവിടെ എവിടെയാണോ വവൽ വരുന്നത് അവിടെ വെച്ചാൽ ആ വാക്കിന്റെ സൗണ്ട് കട്ടാകുകയാണ് ചെയ്യുക. സോ രേ സൗണ്ട് അവിടെയായി. പിന്നെ VA, സോ വീണ്ടും അടുത്ത വവൽ വന്നു, നമ്മൾ രണ്ടാമത്തെ സൗണ്ട് അവിടെ വെച്ച് കട്ട് ചെയ്തു. സോ രേ, വ. പിന്നെ ഉള്ളത് THY. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ വവൽസ് ഒന്നും ഉണ്ടാകുന്നില്ല. THY എന്നുള്ളത് വിത്തൗട്ട് വവൽസ് ആയിട്ടുള്ള ഒരു കോംബോ ആണ്. പക്ഷേ ഇവിടെയാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ടെക്നിക്ക് ഉള്ളത്. ഇംഗ്ലീഷ് ഭാഷയിലെ മുഴുവൻ വവലുകളും അറിയേണ്ടതിന്റെ ആവശ്യം വരുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്. നമുക്ക് നോക്കാം. AEIOU എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതുവരെ പഠിച്ച അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ട ഇംഗ്ലീഷ് ഭാഷയിലെ വവൽസ്. ബട്ട് ഇൻ കോൺട്രാസ്റ്റ് അവിടെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. Y എന്നുള്ള ഒരക്ഷരവും W എന്നുള്ള ഒരക്ഷരവും ഇംഗ്ലീഷ് ഭാഷയിൽ പാർഷ്യൽ വവലുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ മൂന്നാമത്തെ ഭാഗത്തിൽ THY എന്നുള്ളതിൽ Y എന്നുള്ളത് പാർഷ്യൽ വവലാണ്. TH എന്നുള്ള കോംബോയ്ക്ക് Y എന്നുള്ള അക്ഷരമാണ് ശബ്ദം നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് രേ, വ, തി എന്നുള്ള സൗണ്ട് നമുക്ക് 3 അക്ഷരങ്ങളിലും മലയാളത്തിലും ഇംഗ്ലീഷിൽ 3 സൗണ്ടുകളിലും നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. ഇനി Y എന്ന അക്ഷരത്തിന് പുറമെ W എന്ന് പറയുന്ന അക്ഷരം കൂടെ പാർഷ്യൽ വവലായിട്ട് ഇംഗ്ലീഷിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നൗ, ഷോ, സ്നോ, വാവ് എന്നുള്ള വാക്കുകളിലൊക്കെ W എന്നുള്ളത് ഒരു പാർഷ്യൽ വവലായിട്ട് O എന്ന് പറയുന്ന അക്ഷരത്തിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കോംബോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ സംസാരിക്കുന്നതിന്റെ രീതി നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, SHOW എന്നുള്ളത് ഷോ എന്ന് വായിക്കാതെ SHOW ഷോ എന്നാണ് വായിക്കേണ്ടത്. സോ OW അവസാനിക്കുമ്പോൾ ഒരു VE ശബ്ദം, ഷോ, ഈ സൗണ്ട് കൊടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന പോലെ തന്നെ പല വാക്കുകളും സംസാരിക്കാൻ പറ്റും. Y എന്നുള്ള അക്ഷരം എവിടെയാണ് പാർഷ്യൽ വവലായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് കൺസണന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, യെല്ലോ, YELLOW. ഇതിൽ Y എന്നുള്ള അക്ഷരം നിങ്ങൾ മലയാളത്തിലേക്ക് എഴുതാൻ നോക്കുമ്പോൾ A എന്നാണോ എഴുതുക, A എന്നാണോ എഴുതുക? നിങ്ങൾ എഴുതാൻ പോകുന്നു ഓഫ് കോഴ്സ് യ എന്നുള്ള അക്ഷരമായിരിക്കും ആദ്യം എഴുതുക. യെല്ലോ. അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അവസാനം യെല്ലോ, OW. അവിടെ വവൽ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഓയും ഡബ്ല്യൂയും കൂടെയാണ്. സോ ഇവിടെ Y എന്നുള്ള അക്ഷരം കൺസണന്റും OW എന്നുള്ള കോംബോ വവൽ സൗണ്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ യാർഡ്, യോക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ നോക്കിയാൽ കാണാം യാ ആണ് അതിന്റെ ശബ്ദം. യാ ഇങ്ങനെയുള്ള ശബ്ദമുള്ളത് കൺസണന്റ് ആയിട്ട് Y എന്നുള്ള അക്ഷരം വരുമ്പോൾ മാത്രമാണ്. ഇനി Y എന്ന അക്ഷരം എവിടെയാണ് വവലായിട്ട് വരാമെന്ന് നോക്കിയാലോ. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ എടുത്ത് നോക്കാം. മൈ, ട്രൈ, സ്കൈ, ഫ്ലൈ, സ്പൈ, റിതം, ജിം. ഈ ഞാനിത് പറഞ്ഞ വാക്കുകളിലെല്ലാം Y എന്നുള്ള ഒരു ഏക വവൽ മാത്രമാണുള്ളത്. മൈ, MY. ഇതിൽ മാ എന്നുള്ള ശബ്ദത്തിന് I എന്നുള്ള സൗണ്ട് കൊടുത്തിരിക്കുന്നത് Y എന്ന അക്ഷരമാണ്. Y അക്ഷരം ശബ്ദം നൽകുന്നത് I എന്നുള്ള ശബ്ദവും നൽകുന്നുണ്ട്, E എന്നുള്ള ശബ്ദവും നൽകുന്നുണ്ട്.
നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കുകളിലെല്ലാം നിങ്ങൾ നോക്കിയാൽ കാണാം ട്രൈ, TR 2 കൺസണൻസ് ആണ്. Y എന്നുള്ള അതിൻ്റെ കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ട്രൈ എന്ന് വായിക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ സ്കൈ, ഫ്ലൈ എല്ലാത്തിലും മറ്റു വവലുകളൊന്നും ഇല്ല. നിങ്ങൾക്ക് കാണാം മറ്റു വവലുകളൊന്നുമില്ല. സോ അവിടെ ആകെ വരുന്നത് Y എന്നുള്ള അക്ഷരമാണ് ആ വാക്കിനെ മുഴുവൻ ശബ്ദം നൽകാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ അവസാനം ഞാൻ പറഞ്ഞ 2 വാക്കുകളാണ് റിതം, ജിം. ഈ 2 വാക്കുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം Y എന്നുള്ള അക്ഷരം ശബ്ദം നൽകിയിരിക്കുന്നത് ഈ സൗണ്ടാണ്. സോ RHY, റിതം, THM, റിതം. ജിം, GYM, GE. സോ ആ ശബ്ദങ്ങളാണ് ഈ 2 ശബ്ദങ്ങളാണ് Y എന്നുള്ള അക്ഷരം ഇംഗ്ലീഷ് ഭാഷയിൽ മറ്റുള്ള വാക്കുകളിൽ വവലായിട്ട് വരുമ്പോൾ നൽകുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. AEIOU എന്നുള്ള അക്ഷരങ്ങൾക്ക് പുറമെ YNW ഈ 2 അക്ഷരങ്ങൾ കൂടെ ഇംഗ്ലീഷിൽ വവലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാ പഠിക്കുന്നത് ചിലർക്ക് സംശയം ഉണ്ടാവും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ പഠിക്കുന്ന ഗ്രാമർ റൂളുകളെല്ലാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിസ്സാര സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ കടുകട്ടിയായിട്ടുള്ള റൂളുകളെല്ലാം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് സാധിക്കും. സോ ഇനി നിങ്ങൾക്കുള്ള ഒരു ചോദ്യമാണ്, ഒരു ടാസ്ക്കാണ്. ഞാൻ ഇത്രയും പറഞ്ഞ വാക്കുകൾ കൂടാതെ AEIOU എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്കറിയാമോ? അങ്ങനെയാണെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. മറ്റുള്ളവർക്കും കൂടെ ഉപകാരമാണ്. നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെയാണ് എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ. സോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ യൂസ്ഫുള്ളും ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എല്ലാവർക്കും ശുഭദിനം.